ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് CS 13 ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ ഈ സർവീസ് കോസ്റ്റ് സെൻ്ററിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാനത് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഈ CS ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചാൽ ശരിക്കും ഈ CS പഠിക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ചാപ്റ്ററുകളും കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിക്കുകയാണ് നല്ലത്. നിങ്ങളതൊക്കെ കഴിഞ്ഞ് പെർഫെക്റ്റായിട്ട് എക്സ്പേർട്ടുകളായിട്ട് പഠിച്ച് ഇരിക്കുന്ന കുട്ടികളായിരിക്കും കാണുന്നതെന്ന് വിശ്വസിക്കണേ. ഓക്കെ, ഈ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സാധനം ഈ പറയുന്നതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഏതാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ P1 P2 ഉണ്ടാവും. ദെൻ സർവീസ് S1 S2 ഉണ്ടാവും. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു സ്റ്റോർ ആണ്, ഇത് HR ആണ്. സത്യത്തിൽ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി അവിടെ അലോക്കേഷൻ ചെയ്യും. അലോക്കേഷൻ പോസിബിൾ അല്ലെങ്കിൽ അടുത്ത പരിപാടിയാണ് അപ്പോഷ്മെൻറ്റ്. ഇങ്ങനെ ഈ അപ്പോഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. എന്നിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ് എക്സാമ്പിൾ 20,000 30,000, ഇവിടെ 2,000 4,000. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് P1നും P2നും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അല്ലാതെ അവർ മാനുഫാക്ചറിങ്ങിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അതേപോലെ S2 ഡിപ്പാർട്ട്മെൻറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2നും പ്രൊഡക്ഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിച്ചത്. ഓർമ്മ ഉണ്ടാവും, റീഅപ്പോഷ്മെൻറ്റ്. ഓക്കെ, ഈ റീഅപ്പോഷ്മെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ CS പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് കോസ്റ്റ് സെൻറ്റർ ഈസ് ദ കോസ്റ്റ് സെൻറ്റർ വിച്ച് ഈസ് നോട്ട് പ്രൊവൈഡ് എനി റവന്യൂ ജനറേറ്റിംഗ് സർവീസ് ഡയറക്ട്ലി. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എക്സാമ്പിൾ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പറയുന്നു: റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ക്യാൻറ്റീൻ ഒക്കെ വൃത്തിയിൽ എഴുതി വെക്കുക. അതേപോലെ സെക്യൂരിറ്റി സേഫ്റ്റി സർവീസുകളല്ലേ, സേഫ്റ്റി സർവീസ്, ഇതൊക്കെയാണ് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകൾ എങ്ങനെയൊക്കെ കോസ്റ്റ് ഷീറ്റിൽ ചെയ്യണം, ഏതൊക്കെ ബേസിൽ, ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഈ പറയുന്ന ഇങ്ങോട്ട് റീഅപ്പോഷൻ ചെയ്യുമ്പോൾ, റീഅപ്പോഷ്മെൻറ്റിന് വേറെ പേര് പറയും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഈ അലോക്കേഷൻ അപ്പോഷ്മെൻറ്റ് പ്രൈമറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഅപ്പോഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ആധികാരികമായി പറയുന്ന CS പേരാണ് കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ, CS 13 പറയുന്നത്. ഇനി ഇതിലെ കണ്ടൻറ്റുകളിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഒബ്ജക്റ്റീവും സ്കോപ്പൊക്കെ ആസ് യൂഷ്വലാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.